എല്ലാ കൂട്ടുകാർക്കും ഗ്രാവിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിതുവരെ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ നമുക്ക് 2 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ഒന്ന് സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയായിരുന്നു എന്താണ് സ്കെയിലാർ എന്താണ് വെക്ടർ എന്ന്. രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റൈൽ മോഷൻ. എളുപ്പമുള്ള ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. ഒരുപാടൊന്നുമില്ല പഠിക്കാൻ, 1-2 ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ, എളുപ്പമാണ്. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് 2 ടോപ്പിക്ക് പഠിച്ചാൽ മതി ചാപ്റ്ററിൽ നിന്ന്. പക്ഷേ 2 ടോപ്പിക്കിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം നിങ്ങൾക്ക് A+ കിട്ടണോ വേണ്ടതെന്ന് വരെ തീരുമാനിക്കാനുള്ള പവർ ഈ ചാപ്റ്ററിനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് പഠിക്കേണ്ടതെന്ന്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ് ആണ്. സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സിൽ സ്കെയിലാർസ് എന്താണെന്ന് നോക്കാം. എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി വിത്ത് മാഗ്നിറ്റ്യൂഡ് ഒൺലി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവ്, ഒരു നിശ്ചിത അളവിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എ സ്കെയിലാർ ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ബൈ എ സിംഗിൾ നമ്പർ എലോങ് വിത്ത് എ പ്രോപ്പർ യൂണിറ്റ്. അപ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെയുണ്ട്? ഒരു സിംഗിൾ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ കണക്കാക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എത്ര കിലോഗ്രാമാണ്? ഒരു 50 കിലോ ഉണ്ടെങ്കിൽ 50 എന്ന് പറഞ്ഞിട്ട് നമ്പറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാമിൻ്റെ യൂണിറ്റും ഉണ്ട്. പിന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റികളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ്, മാസ്, സ്പീഡ്. ഇത് 3 എക്സാമ്പിൾ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം. ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ നമ്മൾ എഴുതണം. 10 എന്ന് പറഞ്ഞ നമ്പറും മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റും വേണം. പിന്നെ മാസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. ഇതൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സ്കെയിലേഴ്സ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് ജസ്റ്റ് ആസ് ഓർഡിനറി നമ്പേഴ്സ്. അതായത് സാധാരണ നമ്പറുകളെ ഗുണിക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റികളെയും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്. സ്കെയിലേഴ്സ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ് വിത്ത് ക്വാണ്ടിറ്റീസ് വിത്ത് സെയിം യൂണിറ്റ്സ് ഉള്ളി. അതായത് നമുക്ക് 50 കിലോയുടെ കൂടെ 30 കിലോ കൂട്ടാം, അന്നേരം 80 കിലോ എന്ന് കിട്ടും, ഇല്ലേ? പക്ഷേ 50 കിലോയുടെ കൂടെ നമുക്ക് 10 മീറ്റർ ദൂരം കൂട്ടാൻ പറ്റത്തില്ല, അന്നേരം എന്താ കിട്ടുന്നത് നമുക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഒരേ യൂണിറ്റുകളുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലാണ് എന്താണ് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുകൂടി ശ്രദ്ധിച്ചിരിക്കണം സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി. ഇനി എന്താണ് വെക്ടേഴ്സ് എന്ന് നോക്കാം നമുക്ക്. എ വെക്ടർ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷനും ഒരു മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റികളെ, ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വെക്ടർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കാം. ഒരു അളവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ, ഒരു നിശ്ചിത ദിശ ഉണ്ടായിരിക്കണം. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എ വെക്ടർ is specified by giving its magnitude by a number and its direction. അപ്പോൾ ഒരു വെക്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? ആ വെക്ടറിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്നും കൂടി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾസ്: ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഇതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്താണ്? എക്സാമ്പിളാണ്. അടുത്ത എങ്ങനെയാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ആരോ ഹെഡ് ഉണ്ടായിരിക്കും. ഈ ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ നമ്മുടെ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏതാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ആരോ ഹെഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ ഒരു പടം കണ്ടില്ലേ? ഒരു വരയുണ്ട്, ഒരു ലൈനുണ്ട്, ലൈനൊരു ആരോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എ എന്ന് എഴുതിയിട്ടുണ്ട്. അത് എ എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. ഇനി എങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു ഇക്വേഷനൊക്കെ എഴുതാൻ നേരത്തെ ഒരു വെക്ടറിന് എഴുതണമെന്ന് നോക്കാം. ഇപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവാണ്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു ആരോ ഹെഡ് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു ലെറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്പർ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണിച്ചു തരാനായിട്ട് നമുക്കൊരു ആരോ ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ യു എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡുള്ള ക്വാണ്ടിറ്റിനെ നല്ല ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു വെക്ടറിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച്. ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് ഈക്വൽ ടു ഓർ പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ആൻഡ് ആരോ ഹെഡ് ഷോസ് ദ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടൊരു ലൈനും അതിൻ്റെ ആരോ ഹെഡുമാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈക്വലും ആയിരിക്കാം. ആരോ ഹെഡ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ വെക്ടർ ഇരിക്കുന്നത് അതിനെയാണ് അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ആരോ ഹെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. പലതരം വെക്ടറുകളുണ്ട്. പൊസിഷൻ വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, നൾ വെക്ടർ,
അപ്പോൾ എന്തൊക്കെയാണ് ഈ വെക്റ്റേഴ്സ് എന്ന് നോക്കാം. ഈ പലതരം വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് പൊസിഷൻ വെക്റ്റർ. എ വെക്റ്റർ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ ടു ദ പോയിന്റ് ഈസ് നോൺ ആസ് എ പൊസിഷൻ വെക്റ്റർ. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് XY ആക്സിസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ 2 പോയിന്റ് ഉണ്ട്, P1 ഉണ്ട്, P2 ഉണ്ട്. നമുക്ക് അറിയേണ്ടത് P1ൻ്റെയും P2ൻ്റെയും പൊസിഷനാണ്. അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട, ഒറിജിനിൽ നിന്ന് P1ലേക്കും P2ലേക്കും 2 സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒറിജിനിൽ നിന്ന് P2ലേക്കുള്ള ലെങ്ത് R2 ആണ്, P1ലേക്കുള്ളത് R1. അപ്പോൾ ഒറിജിനിൽ നിന്ന് തുടങ്ങി P1ലോട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ആരോ ഹെഡ് എങ്ങോട്ടാണെന്ന് നോക്ക്, P1ലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു വെക്റ്ററാണ് നമ്മൾ ഒറിജിനിൽ നിന്ന് P1ലോട്ട് വരച്ചിരിക്കുന്നത്. അതിൻ്റെ പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ വെക്റ്റർ. അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് R1 ആണ്. പിന്നെ ഒറിജിനിൽ നിന്ന് P2ലേക്ക് വരച്ചിരിക്കുന്ന വെക്റ്റർ നോക്കുക, അതിന് ഒരു ആരോ ഹെഡ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് R2 ആണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ ടു ദ പോയിന്റ് ഈസ് നോൺ ആസ് എ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ പൊസിഷൻ വെക്റ്റർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്താണെന്ന് നോക്കാം. എ വെക്റ്റർ ജോയിനിങ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ആൻ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ഗ്രാഫ് തന്നെ ഉപയോഗിക്കാം. ഒരു ബോഡി മൂവ് ചെയ്ത് തുടങ്ങിയത് P1ൽ നിന്നാണ്, അത് P2ൽ എത്തി നിൽക്കുന്നു. അതിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, P1ലേക്കും P2ലേക്കും 2 പൊസിഷൻ വെക്റ്റർ വരയ്ക്കുക. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ അതിൽ നിന്ന് മനസ്സിലാവും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഈസ് എയ്തർ ലെസ് ഓർ ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 പോയിന്റ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ 2 പോയിന്റുകൾക്കിടയിലുള്ള പാത്ത് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കൂടുതലാവത്തില്ല ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. പാത്ത് ലെങ്ത് എന്താണെന്ന് നമുക്കറിയാമല്ലോ, സഞ്ചരിച്ച പാതയുടെ നീളമാണ് പാത്ത് ലെങ്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാത്ത് ലെങ്ത്തിൻ്റെ ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വയ്ക്കുക. അത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളൂ. നമുക്കിനി എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ് നോക്കാം. Two vectors A and B are said to be equal if and only if they have the same magnitude and same direction. അതായത് 2 വെക്റ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അവിടെ പടത്തിൽ എയും ബിയും ഉണ്ട്. 2 വെക്റ്റേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം. അതായത് അതിൻ്റെ അളവും സെയിം ആയിരിക്കണം, അതിൻ്റെ ഡയറക്ഷൻ ദിശയും ഒരേപോലെ ആയിരിക്കണമെങ്കിൽ 2 വെക്റ്റേഴ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈക്വൽ വെക്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് അൺഈക്വൽ വെക്റ്റേഴ്സ് എന്താണെന്ന് പറയാൻ പറ്റുമല്ലോ. 2 വെക്റ്റേഴ്സ് ആർ സെഡ് ടു ബി അൺഈക്വൽ ഇഫ് ദേ ഹാവ് ദ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ. അതായത് 2 വെക്റ്റേഴ്സ് അൺഈക്വൽ ആകാനുള്ള കണ്ടീഷൻ എളുപ്പമാണ്. ഈക്വൽ ആയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിരിക്കണം. അന്നേരം എന്തായിരിക്കും, 2 വെക്റ്റേഴ്സ് അൺഈക്വൽ ആയിട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈക്വൽ പറഞ്ഞു, അൺഈക്വൽ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെഗറ്റീവ് വെക്റ്റർ എന്താണെന്നാണ്. നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നമ്മൾ പടം നോക്കുക, ബി എന്ന് പറഞ്ഞ 2 വെക്റ്റർ ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ, ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ലൈനിൻ്റെ ലെങ്ത്ത് സെയിം ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എന്താണ് നൾ വെക്റ്റർ അല്ലെങ്കിൽ സീറോ വെക്റ്റർ എന്ന് എക്സാമിൽ ഇപ്പം ചോദിക്കുന്നതാണ്. എന്താണ് നൾ വെക്റ്റർ എന്ന്? എ വെക്റ്റർ വിത്ത് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിറ്ററി ഡയറക്ഷൻ. അതായത് ഒരു നൾ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 0 അല്ലെങ്കിൽ 0 ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റും, ആർബിട്രറി എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഒരു ഡയറക്ഷനും ഇല്ല, അല്ലെങ്കിൽ തോന്നിയ ഡയറക്ഷൻ ആയിരിക്കും. അതാണ് ആർബിട്രറി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? 0 അല്ലേ? പക്ഷേ അപ്പോൾ അതിൻ്റെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? നൾ വെക്റ്റർ ആയിരിക്കും. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. വെലോസിറ്റി നമുക്ക് അറിയാം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ അതും ഒരു നൾ വെക്റ്റർ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു നൾ വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സീറോ വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. 0 എന്ന് എഴുതിയിട്ട് മുകളിൽ അതിൻ്റെ വെക്റ്റർ ആണെന്ന് തെളിയിക്കാൻ ഒരു ആരോ ഹെഡ് കൊടുത്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അത്രേ ഉള്ളൂ സീറോ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് കൊളീനിയർ വെക്റ്റേഴ്സ്. 2 or more vectors parallel to the same line respective of their magnitude and direction are called collinear vectors. 2 വെക്റ്റർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിക്കോട്ടെ, ആ 2 വെക്റ്ററും എന്തായിരിക്കണം? സെയിം ലൈനിന് പാരലായിട്ട് ഇപ്പോൾ നിൽക്കണം. നിങ്ങളെ പടം നോക്കിയാൽ മതി, സെയിം ലൈനിന് പാരലായിട്ട് 2 വെക്റ്റർ നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സിംഗിൾ ലൈനിലല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് എന്തായാലും കുഴപ്പമില്ല, പക്ഷേ എന്തായിരിക്കണം? സെയിം ലൈനിൽ പാരലായിട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം വെക്റ്റേഴ്സിനെ നമുക്ക് കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. അടുത്ത് നമുക്ക് നോക്കേണ്ട വെക്റ്ററാണ് എന്താണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന്. വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ
ഒരേ ഇനീഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ തുടക്കം ഒരേ സ്ഥലത്ത് നിന്നാണ് പല വെക്റ്റേഴ്സിൻ്റെ എന്ന് വിചാരിക്കുക. പടം നോക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം വെക്റ്റേഴ്സിനെ നമുക്ക് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. ഈ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്താണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് അല്ലേ. ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എല്ലാ വെക്റ്റേഴ്സിനും ഉള്ളത് അവിടെ. അടുത്തതാണ് കോപ്ലാനാർ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് ലൈങ് ഓൺ ദ സെയിം പ്ലെയിൻ, അതായത് ഒരേ പ്ലെയിനിൽ തന്നെ നടക്കുന്ന വെക്റ്റേഴ്സിനെയാണ് കോപ്ലാനാസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ടേബിളിൻ്റെ മുകളിൽ കുറേ തീപ്പെട്ടിക്കൊള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വിതറിയിട്ടേക്കുന്ന ഓർത്താൽ മതി. അത് സെയിം പ്ലെയിനിലാണ് കിടക്കുന്ന തീപ്പെട്ടിക്കൊള്ളി അല്ല അല്ലേ. വെക്റ്ററിൻ്റെ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ഒന്നും പ്രശ്നമില്ല. സെയിം പ്ലെയിനിലാണെങ്കിൽ അത്തരം വെക്റ്റേഴ്സിനെ നമുക്ക് കോപ്ലാനാർ വെക്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന്. ഈ വെക്റ്റർ വിത്ത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്, നമുക്കൊരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നറിയാം. അപ്പോൾ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്റ്റേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എനി വെക്റ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ യൂണിറ്റ് വെക്റ്റർ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റിനെയും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു, ഒരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മാഗ്നിറ്റ്യൂഡ് എഴുതുക, അതിൻ്റെ മുകളിൽ ആരോ ഹെഡ് കൊടുക്കുക. അപ്പോൾ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു എ ക്യാപ്പ്. ആ അവസാനം കൊടുത്തിരിക്കുന്ന എയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എ ക്യാപ്പ് എന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ടൈമിൽ രണ്ട് വരയൊക്കെ ഇട്ടിട്ടുണ്ട്, മോഡുലസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. മോഡുലസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു എ ക്യാപ്പ്. ഇൻ ഹിയർ എ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വെക്റ്റർ ക്വാണ്ടിറ്റീനെയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും അതിൻ്റെ യൂണിറ്റ് വെക്റ്ററിൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? ഇവിടെ എ ക്യാപ്പാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റർ, മോഡുലസ് ഓഫ് വെക്റ്റർ എ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ വെക്റ്റർ എ എന്ന് അവിടെ നമുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു എ ക്യാപ്പ്. ഇങ്ങനെയാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ എഴുതാനായിരിക്കും. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്നൊരു എന്താണ്? വെക്റ്റർ എ ഈസ് ഈക്വൽ വെക്റ്റർ എയുടെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നമുക്കൊരു യൂണിറ്റ് വെക്റ്ററിൻ്റെ ടേംസിലോട്ട് മാറ്റണം. അതായത് ഒരു യൂണിറ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ക്യാപ്പിൻ്റെ ടൈമിലോട്ട് മാറ്റി എഴുതിയാൽ പോരെ? യൂണിറ്റ് വെക്റ്ററിൻ്റെ ടൈമിലായില്ലേ. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ന് എഴുതണം. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ. എന്താണ് ആ മോഡുലസ് ഓഫ് വെക്റ്റർ എനെ വെക്റ്റർ എയുടെ താഴെ കൊണ്ട് എഴുതിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് അന്നേരം നമ്മൾ എ ക്യാപ്പിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്ററിൻ്റെ ടേംസിൽ ഇക്വേഷനെ മാറ്റി എഴുതി. ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയാണ് ഒരു യൂണിറ്റ് വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. Unit vectors along x, y, z axis of a rectangular coordinate system is called orthogonal unit vectors. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിലൊക്കെ അല്ലേ. തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോയായിരുന്നു എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും, ഇസഡ് ആക്സിസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 1 ഡയമെൻഷണൽ മോഷനിലാണെങ്കിൽ എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ. 2 ഡയമെൻഷനിലാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. 3 ഡയമെൻഷനിലാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഉണ്ടാവും. അപ്പോൾ ഈ 3 ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. അത്തരം യൂണിറ്റ് വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വൈ ആക്സിസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റേഴ്സിനെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് നമ്മൾ പറയും. അപ്പോൾ ഓരോ ആക്സിസിനും ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നീ 3 ടേമുകളാണ്. ആ 3 ടേമുകളോട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഏതൊക്കെ ആക്സിസിലാണ് ഏതൊക്കെ ടേമുകൾ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സ് വരുന്നതെന്ന് നോക്കാം. ഐ ക്യാപ്പ് വരുന്നത് എക്സ് ആക്സിസിലാണ്, ജെ ക്യാപ്പ് വരുന്നത് വൈ ആക്സിസിലും, കെ ക്യാപ്പ് വരുന്നത് ഇസഡ് ആക്സിസിലുമാണ്. അപ്പോൾ ഏതൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സ് ഏതൊക്കെ ആക്സിസിലാണ് വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ടോപ്പിക്ക് ചാപ്റ്ററിലെ പ്രൊജക്റ്റൈൽ മോഷനാണ്. നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആണെന്ന് വെച്ചാൽ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്, നമുക്ക് എന്താണ് അതുപോലെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇച്ചിരി വലിയ ടോപ്പിക്കാണ്, നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ. നമുക്ക് എന്താണ് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ വീഡിയോ ഇടാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.